രാകേഷ് ജുൻജുൻവാല. ഈ പേര് എവിടെയാണ് കേട്ടിട്ടുള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ആകാശ് എയറിനെ കുറിച്ചാണ്. ഈ അടുത്ത സമയത്ത് ഇന്ത്യയിൽ ആരംഭിച്ച ബഡ്ജറ്റ് എയർലൈൻ കമ്പനിയാണ് ആകാശ് എയർ. കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്കാരെ വിമാനത്തിൽ സഞ്ചരിപ്പിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു എയർലൈനാണ് ആകാശ് എയർ എന്നുള്ള രീതിയിൽ അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുകയും ഇതാരാ തുടങ്ങിയതൊക്കെ എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ മനസ്സിൽ കയറിയ പേരാണ് രാകേഷ് ജുൻജുൻവാല. നമ്മുടെ അനൂപ് പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഇന്ത്യൻ ഓഹരി വിപണിയിലെ അതികായനാണ് അദ്ദേഹമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇന്ത്യയുടെ വാരൻ ബഫറ്റ് എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. കോടീശ്വരനാണ്. ആപ്ടെക് എന്ന് പറയുന്ന കമ്പനിയുടെയും ഹംഗാമ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ ചെയർമാനാണ് അദ്ദേഹം. നമ്മുടെ ഫോബ്സ് മാഗസിൻ്റെ പുറത്തുവിട്ട സമ്പന്നരുടെ ആസ്തിയുടെ കണക്ക് പ്രകാരം 5.8 ബില്യൺ US$ ആസ്തിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഇത്രയൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് ചുരുക്കത്തിൽ വായിച്ചപ്പോൾ കുറെ കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുകയും അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വിട്ടുപിരിഞ്ഞ ഇന്ത്യൻ ഓഹരി വിപണിയിലെ അതികായനായിരുന്ന ശ്രീ രാകേഷ് ജുൻജുൻവാലയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ, അതായത് ഓഹരി വിപണിയിൽ 3 തരം ആളുകളാണ് പങ്കെടുക്കുന്നത്. ആദ്യത്തേത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വലിയ വലിയ കമ്പനികളെയൊക്കെയാണ് ഈ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാഷയിൽ അവരെ FII അഥവാ DII എന്നൊക്കെയാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് HNI എന്ന് പറയും. ഹൈ നെറ്റ് വർത്ത് ഇൻവെസ്റ്റേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്ന. പ്രോ എന്നും അവരെ പറയാറുണ്ട്. പിന്നെ മൂന്നാമത്തെ വിഭാഗമാണ് സാധാരണ നിക്ഷേപകർ, നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ചെറിയ പൈസ കൊണ്ടുവന്ന് ഓഹരി വിപണിയിലൊക്കെ നിക്ഷേപിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാർ. നമ്മുടെ രാകേഷ് ജുൻജുൻവാല ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു. HNIയിൽ പെടുന്ന ആളായിരുന്നു. ഹൈ നെറ്റ് വർത്ത് ഇൻവെസ്റ്റേഴ്സിൽ പെടുന്ന വളരെ വലിയ ഇന്ത്യയിലെ തന്നെ ഈ ഓഹരി നിക്ഷേപ മേഖലയിലെ ചക്രവർത്തി എന്ന് പറയാവുന്ന ബിഗ് ബുൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നിക്ഷേപകനായിരുന്നു നമ്മുടെ രാകേഷ് ജുൻജുൻവാല. അദ്ദേഹം സമ്പന്നനായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ജനിച്ച ഒരാളല്ല. ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഈ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വളർന്ന് ഇന്ന് ഫോബ്സ് മാഗസിൻ്റെ ലിസ്റ്റിൽ ഇടം പിടിച്ച സമ്പന്നരിൽ ഒരാളായിട്ട് മാറിയത്. അദ്ദേഹത്തിൻ്റെ ജനനം ഹൈദരാബാദിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം ബോംബെയിലേക്ക് മാറുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നത് കാരണമാണ് ഇങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് അവരിങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു. മാത്രമല്ല ഈ വിവരങ്ങളൊക്കെ അദ്ദേഹം വീട്ടിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് നമ്മുടെ ജുൻജുൻവാല ഇതെല്ലാം കേട്ടാണ് വളർന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈ ഓഹരി വിപണിയോട് കുട്ടിക്കാലത്ത് തന്നെ ഒരു താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. നമുക്കൊക്കെ കുട്ടിക്കാലം മുതൽ പല പല ആഗ്രഹങ്ങളോടുകൂടി ലക്ഷ്യങ്ങളോടുകൂടി വളരുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ രാകേഷ് ജുൻജുൻവാലയും. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൈലറ്റായി തീരുക എന്നുള്ളതായിരുന്നു. പൈലറ്റ് ആകാനായിട്ട് ഉള്ള ആഗ്രഹവുമായിട്ട് നടന്ന് അദ്ദേഹം ചെന്നെത്തിയത് ജേർണലിസത്തിലേക്കും അത് കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഒക്കെയായിരുന്നു. പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ മനസ്സിൽ കൂടുകൂട്ടിയ പൈലറ്റ് ആകുക എന്നുള്ള ആഗ്രഹം അദ്ദേഹം പൂർത്തീകരിച്ചത് സ്വന്തമായിട്ട് ആകാശ് എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർലൈൻ കമ്പനി തുടങ്ങിക്കൊണ്ടാണ്. മുംബൈയിലെ സിഡൻഹാം കോളേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതം. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തന്നെ കച്ചവട കാര്യങ്ങളിൽ ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള താല്പര്യം കാണിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഓഹരി വിപണിയുമായിട്ടും കച്ചവടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ വായിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതകാലത്തെ പ്രധാനപ്പെട്ട പരിപാടിയാണെന്ന് പലപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ICAയിൽ നിന്നും CA കരസ്ഥമാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പാത തിരഞ്ഞെടുത്തത്. അദ്ദേഹം നേരെ പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ മറ്റൊരു ജോലിക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാനൊരു ഇൻവെസ്റ്റർ ആകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്താതെ ഒരു ഉപദേശം കൊടുക്കുകയാണ് ഉണ്ടായത്.
നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തൊഴിലെന്ന് പറയുന്നത് പുതിയൊരു മേഖലയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റും അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ പുതിയൊരു മേഖലയാണ്. പാരമ്പര്യമായിട്ട് ഇന്ത്യൻ കുടുംബങ്ങൾ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയല്ല ഇത്. അതുകൊണ്ട് മറ്റുള്ളവരെ ഈ തൊഴിലിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നിനക്ക് ആത്മവിശ്വാസമുള്ള മേഖല ഇതാണെങ്കിൽ ആ വഴിയിലേക്ക് തന്നെ നീങ്ങിക്കോളൂ എന്നുള്ള ഉപദേശമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്തത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ മേഖലയിലേക്ക് ഇറങ്ങുവാനായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് 1 രൂപ പോലും ഞാൻ തന്ന് സഹായിക്കില്ല. സ്വന്തമായിട്ട് ഒരു വഴി കണ്ടെത്തിയിട്ട് ഈ മാർഗത്തിലേക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം മകനെ തിരിച്ചയച്ചു. രാകേഷ് ജുൻജുൻവാല പിതാവിൻ്റെ അനുവാദം കിട്ടിയതോടുകൂടി ഒരു 5000 രൂപ സംഘടിപ്പിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്, സെയിലിലേക്ക്, ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിത്തിരിച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. 5000 രൂപയും കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു അത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനെ സമീപിച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് 1,50,000 രൂപ കടമായിട്ട് വാങ്ങി. അതുമാത്രമല്ല, ഇദ്ദേഹം ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തി അയാളിൽ നിന്ന് 10 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങുകയും ചെയ്തു. ഈ ഇൻവെസ്റ്റർക്ക് 18% പലിശ ഉൾപ്പെടെ മുതൽ തിരികെ കൊടുക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ് അദ്ദേഹം 10 ലക്ഷം രൂപ വാങ്ങിയത്. അതുപോലെ തന്നെ സ്വന്തം സഹോദരനും 1.5 ലക്ഷം, അത് 1.5 ലക്ഷം രൂപയ്ക്ക് ഈ 18% പലിശ തിരികെ കൊടുക്കാം എന്നുള്ള വാക്കും അദ്ദേഹം കൊടുത്തിരുന്നു. 1985 ആദ്യമായിട്ട് ഒരു നിക്ഷേപകനായിട്ട് അദ്ദേഹം ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വരുന്നത്. അന്ന് നമ്മുടെ സെൻസെക്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 പോയിന്റ് ഹൈറ്റിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ സെൻസെക്സ് എന്ന് പറയുന്നത് 55,000 പോയിന്റിന് മുകളിലാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര വലിയ വ്യത്യാസമാണ് 1985-നും 2022-നും ഇടയിലുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് അദ്ദേഹം നിക്ഷേപിച്ചത് ടാറ്റ ടീയിലായിരുന്നു. ടാറ്റ ടീയുടെ 5000 ഷെയറുകളാണ് അദ്ദേഹം വാങ്ങിയത്. ഒരു ഷെയറിന് 43 രൂപ നിരക്കിലാണ് അദ്ദേഹം ഈ ഷെയറുകൾ വാങ്ങിയത്. കുറച്ച് ദിവസം ഈ ഷെയറുകളുടെ വളർച്ചയൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം 143 രൂപ ഓരോ ഷെയറിൻ്റെയും വില എത്തിയപ്പോൾ ഇദ്ദേഹം ഈ ഷെയറുകൾ വിറ്റു. അങ്ങനെ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ ഈ കച്ചവടത്തിൽ ലാഭം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അടുത്ത ഘട്ടം നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നത്. ടാറ്റ ടീയുടെ നിക്ഷേപത്തിന് ശേഷമാണ് അദ്ദേഹം ടാറ്റ പവറിലേക്കും ടെൽക്കോയിലേക്കും സി ഗോവ തുടങ്ങിയ കമ്പനികളിലേക്കും നിക്ഷേപവുമായി പോകുന്നത്. 1986 മുതൽ 1989 വരെ ഈ 3 കമ്പനികളിലുമായിട്ട് അദ്ദേഹം നിക്ഷേപങ്ങൾ നടത്തുകയും അതിൽ നിന്ന് കച്ചവടം നടത്തുകയൊക്കെ ചെയ്ത് 20-25 ലക്ഷം രൂപ അദ്ദേഹം ഈ കാലയളവ് കൊണ്ട് ലാഭമുണ്ടാക്കി. രാകേഷ് ജുൻജുൻവാല അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ ആദ്യത്തെ നിക്ഷേപം നടത്തുന്നത് സെസ ഗോവ എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. ആ കമ്പനി ഇപ്പോൾ അറിയപ്പെടുന്നത് സെസ സ്റ്റെർലൈറ്റ് എന്നാണ് ആ കമ്പനി അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ കമ്പനിയുടെ 4 ലക്ഷം ഓഹരികളാണ് വാങ്ങിയത്. അന്ന് ഒരു യൂണിറ്റിൻ്റെ ഒരു ഓഹരിയുടെ വിലയെന്ന് പറയുന്നത് 28 രൂപയായിരുന്നു. എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയുടെ നിക്ഷേപം. ഇത് ക്രമേണ തന്നെ ഈ നിക്ഷേപത്തിൻ്റെ വളർച്ച, അതിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരുന്നു. ഇത് 28 രൂപ എന്നുള്ളത് 30 രൂപയും 35 രൂപയും 45 രൂപയും 55 രൂപയൊക്കെ ആയിട്ട് വളർന്നു. ഇത് 65 രൂപ ഒരു ഷെയറിൻ്റെ വില എത്തിയപ്പോൾ അദ്ദേഹം 2.5 ലക്ഷം ഷെയറുകൾ വിറ്റു. അത് കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം ഈ ഷെയറിൻ്റെ വളർച്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത് വീണ്ടും വളർന്ന് 65-ൽ നിന്ന് 85-ലേക്കും 95-ലേക്കും 105-ലേക്കും 150-ലേക്കും 165-ലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ 165 രൂപ ഒരു ഷെയറിന് വില എത്തിയപ്പോൾ അദ്ദേഹം 1.5 ലക്ഷം യൂണിറ്റുകൾ കൂടി വിറ്റു. ഇങ്ങനെ ഈ സെസ സ്റ്റെർലൈറ്റ് എന്ന കമ്പനിയുടെ ഓഹരികൾ മാത്രം വിറ്റുകൊണ്ട് അദ്ദേഹം കോടിക്കണക്കിന് രൂപയാണ് ഈ ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭമുണ്ടാക്കിയത്. അദ്ദേഹത്തെ അതിസമ്പന്നനാക്കിയ നിക്ഷേപം അദ്ദേഹം നടത്തിയത് ടൈറ്റാനിലാണ്. ടൈറ്റാൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ടൈറ്റാനിൽ നിക്ഷേപിക്കുന്നത്. അന്ന് ടൈറ്റാൻ്റെ ഒരു ഓഹരിയുടെ വില എന്ന് പറയുന്നത് 3 രൂപയായിരുന്നു. ഇന്ന് ആ ടൈറ്റാൻ്റെ ഓഹരിയുടെ വില 2300 അതിനു മുകളിലൊക്കെയാണ്. ഈ 3 രൂപ വെച്ചിട്ടുള്ള ടൈറ്റാൻ്റെ ഓഹരിയിൽ അദ്ദേഹം നിക്ഷേപം നടത്തി മൊത്തം അദ്ദേഹം നേടിയ ആസ്തി എന്ന് പറയുന്നത് 5000 കോടി രൂപയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ നേട്ടമാണ് ഒരൊറ്റ നിക്ഷേപത്തിലൂടെ രാകേഷ് ജുൻജുൻവാല നേടിയെടുത്തത്.
ഇതുകൂടാതെ അദ്ദേഹം പല കാലങ്ങളിലായിട്ട് പല കമ്പനികളിൽ നിക്ഷേപിക്കുകയും ഷെയറുകൾ വിൽക്കുകയൊക്കെ ചെയ്ത് കോടിക്കണക്കിന് രൂപ തൻ്റെ സമ്പാദ്യത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ മറ്റൊരു നിക്ഷേപം എന്ന് പറയുന്നത് ക്രിസിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലായിരുന്നു. അന്ന് ആ കമ്പനിയുടെ ഓഹരികളുടെ വില എന്ന് പറയുന്നത് 200 രൂപ 300 രൂപയൊക്കെ റേഞ്ചിൽ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം ഇതിൻ്റെ ഓഹരികൾ വാങ്ങുന്നത്. അത് പിന്നീട് ഒറ്റയടിക്ക് 3300-ലേക്ക് ഇതിൻ്റെ ഓഹരിയുടെ വില വർദ്ധിക്കുകയും അദ്ദേഹത്തിന് നിക്ഷേപത്തിന് കോടികളുടെ ആസ്തിയായി മാറുകയും ചെയ്തു. ഈ നിക്ഷേപം അവിടെ അദ്ദേഹം നടത്തിയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിനെ നിർബന്ധിച്ച് ഇതിലെ കുറേ ഓഹരികൾ വിറ്റ്, അതായത് 27 കോടി രൂപയുടെ ക്രിസിൽ ഓഹരികൾ വിറ്റിട്ട് ബോംബെയിലെ മലബാർ ഹിൽസിലെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. നിർബന്ധപരമായിട്ട് വാങ്ങിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് 2014-ലാണ്. 2015 ആയപ്പോഴേക്കും ഈ പ്രോപ്പർട്ടി ഇദ്ദേഹം മറിച്ചു വിറ്റു. നല്ല ലാഭമായിരുന്നു. 27 കോടി രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടിക്ക് 48 ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടി. ഏകദേശം ഇരട്ടിയോളം അദ്ദേഹത്തിന് കിട്ടി എന്ന് പറയുന്നതാണ് ശരിക്കുള്ള വസ്തുത. എന്നാൽ ഇതിലേറ്റവും രസകരമായ സംഗതി എന്ന് പറയുന്നത് ഈ 27 കോടി രൂപയുടെ അദ്ദേഹം വിറ്റ ക്രിസിൽ ഓഹരികളുടെ വില മാറിയത്, അതിൻ്റെ വളർച്ച ഉണ്ടായത് 700 കോടിയിലേക്കാണ്. അദ്ദേഹം ആ ഓഹരികൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ ആ ഓഹരികളുടെ മൂല്യമായ ഓഹരികളുടെ വിലയായ 700 കോടിയും അതിൻ്റെ ഡിവിഡൻഡ് ആയിട്ടുള്ള 50 കോടിയും ഉൾപ്പെടെ 750 കോടി രൂപയുടെ ആസ്തി കൂടി അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് കിട്ടിയത് വെറും 48 കോടി രൂപയാണ്. ഇപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ബന്ധങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും കടപ്പാടുകളുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പുറത്തിട്ട് നമ്മളോട് ഉപദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സജസ്റ്റ് ചെയ്യുന്ന, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന പലരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുക്കുകയും നമ്മുടെ തീരുമാനം മാറ്റി വെച്ചിട്ട് ചിലപ്പോഴെങ്കിലും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. ചിലപ്പോൾ അത് വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം അദ്ദേഹം നടത്തിയ ഒരു ഓഹരി വിപണി കച്ചവടവും അതിൻ്റെ കൂട്ടത്തിൽ നടത്തിയ വസ്തു കച്ചവടവും അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കി. എങ്കിലും 700 കോടിയോ അല്ലെങ്കിൽ 750 കോടിയോ പോലുള്ള അത്രയും വലിയ തുക കിട്ടുമായിരുന്ന ഒരു അവസരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോവുകയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു വാസ്തവം എന്ന് പറയുന്നത്. 5000 രൂപയിൽ തുടങ്ങി 11.5 ലക്ഷത്തിലൂടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക വളർച്ചയിലേക്ക്, സമ്പത്തിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് രാകേഷ് ജുൻജുൻവാല. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന പൈലറ്റ് ആകുക എന്നുള്ള മോഹം സഫലീകൃതമായില്ലെങ്കിലും സ്വന്തമായിട്ടൊരു എയർലൈൻസ് തുടങ്ങി. ആകാശ് എയർ എന്ന പേരിൽ എയർലൈൻസ് തുടങ്ങി ഇന്ത്യയിലെ യാത്രികർക്ക് 3000 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഒക്കെ വിമാനയാത്ര നടത്തുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം $35 മില്യൺ ഈ പദ്ധതിയിലേക്ക് അദ്ദേഹം നിക്ഷേപിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങൾ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്ന് പറയുന്നത് രേഖ ജുൻജുൻവാല എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റൊരു കമ്പനിയും കൂടിയുണ്ട്. ആ കമ്പനിയുടെ പേര് റെയർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങളായ 6A-യും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങളായ 6E-യും ചേർത്തിട്ടാണ് റെയർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനി അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. ഈ കമ്പനിയുടെ കച്ചവടം എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഈ കമ്പനി ഒരേ ഒരു ഡിമാറ്റ് അക്കൗണ്ട് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും സൂക്ഷിക്കുന്നതും. അത് രാകേഷ് ജുൻജുൻവാലയുടെ സ്വന്തം അക്കൗണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്വന്തമായിട്ടൊരു കമ്പനി തന്നെ ഉണ്ടാക്കിയതിന് അദ്ദേഹം പറയുന്ന റീസൺ എന്ന് പറയുന്നത്, അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്കുകളുടെ പൊസിഷൻ മറ്റൊരാളും അറിയുന്നത് അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെയും പേരിൻ്റെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് റെയർ എൻ്റർപ്രൈസസ് എന്നുള്ള സ്ഥാപനം തുടങ്ങി, അതിലൂടെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ കച്ചവടം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഓഹരി വിപണിയിലെ തിരക്കുകളും ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും സദാ ഈ നിക്ഷേപങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഓഹരി വിപണിയിലെ ചലനങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയും ഇതിനെയൊക്കെ വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന രാകേഷ് ജുൻജുൻവാലയുടെ ജീവിതത്തിലെ മറുവശങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതും നല്ലതായിരിക്കുമെന്ന് തോന്നിയിട്ട് ആ ഭാഗത്തുകൂടെയും ഒന്ന് കുറച്ചു ദൂരമൊക്കെ നടന്നു നോക്കി. അദ്ദേഹം സ്ട്രീറ്റ് ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് ദോശയോട് വളരെ പ്രിയപ്പെട്ട ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെന്നും
ചൈനീസ് ഫുഡുകളോട്, ഈ സ്ട്രീറ്റ് ഫുഡുകളിൽ ചൈനീസ് ഫുഡുകളോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ പ്രിയമെന്നൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതുമാത്രമല്ല, ഇദ്ദേഹം ജീവിതത്തിൽ ആരാധിച്ചിരുന്ന വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ ടാറ്റമാരെയായിരുന്നു. ടാറ്റമാരെന്ന് പറഞ്ഞാൽ ജംഷഡ്ജി ടാറ്റ മുതൽ രത്തൻ ടാറ്റ വരെയുള്ള ആ കുടുംബത്തിലെ ഓരോരുത്തരെയും അദ്ദേഹം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇൻ്റർവ്യൂകളിലൊക്കെ പലപ്പോഴും ഈ ജുൻജുൻവാല പറയുകയും അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പടുത്തുയർത്തിയത് ടാറ്റമാരാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടാറ്റ കുടുംബം ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കും അവർ ആ കാര്യത്തിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങളുമൊക്കെ വളരെ ഇഷ്ടത്തോടെ നോക്കിക്കാണുകയും സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും ഒരു വലിയ ഭാഗം ചാരിറ്റിക്കായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്ത ഒരാൾ കൂടിയാണ് നമ്മുടെ ജുൻജുൻവാല. കലാരംഗത്തും നമ്മുടെ ജുൻജുൻവാല ഒരു കൈ നോക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹംഗാമ ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ചെയർമാനായിരുന്നു നമ്മുടെ ജുൻജുൻവാല എന്ന്. അദ്ദേഹം ഹിന്ദി സിനിമാ ലോകത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 3 സിനിമകളിൽ അദ്ദേഹം കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ആ സിനിമകൾ കീ ക എന്ന് പറയുന്ന ഒരു സിനിമയും ഷമിതാബ് എന്ന് പറയുന്ന ഒരു സിനിമയും ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയുമായിരുന്നു. ഈ സിനിമയിലൂടെ അദ്ദേഹം നടത്തിയ നിക്ഷേപത്തിന് എത്ര മടങ്ങ് തിരിച്ച് ലാഭം കിട്ടി എന്നുള്ള കണക്കൊന്നും പിടിയിൽ വന്നിട്ടില്ല. എന്തായാലും നഷ്ടക്കച്ചവടമായിരിക്കാൻ സാധ്യതയില്ല. കാര്യം നിക്ഷേപിച്ചത് ജുൻജുൻവാല ആയതുകൊണ്ട് നഷ്ടമുള്ള കച്ചവടത്തിലേക്ക് അദ്ദേഹം ചെന്ന് ചാടിയിട്ടുണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് സ്വപ്രയത്നത്തിലൂടെ വളർന്നു വലിയതായി ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്തിയ ഒരാളിൻ്റെ പേരിൽ ഒരു വിവാദവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജുൻജുൻവാലയുടെ പേരിലും ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്, ഒരു വിവാദം മാത്രം. അത് 2020 ജനുവരിയിൽ സെബി ഉന്നയിച്ച ഒരു ആരോപണമാണ് ആ വിവാദം എന്ന് പറയുന്നത്. അദ്ദേഹം ഇൻസൈഡർ ട്രേഡിംഗ് നടത്തി എന്നൊരു ആരോപണമാണ്, അല്ലെങ്കിൽ ഒരു കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ മേളിൽ സെബി ചാർത്തി കൊടുത്തത്. ഒടുവിൽ ഇത് കേസാവുകയും 2021 ജൂലൈയിൽ 35 കോടി രൂപ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്നിട്ട് ഫൈനായിട്ട് സെബിയിൽ അടച്ച് ഈ കേസ് ഒത്തുതീർപ്പാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ പറയുന്നത്. അപ്പോൾ വിവാദം നമ്മുടെ ജുൻജുൻവാലയും പിടികൂടിയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. 1985 ഇന്ത്യൻ ഓഹരി വിപണിയിലൂടെ തുടങ്ങിയ ശ്രീ രാകേഷ് ജുൻജുൻവാലയുടെ ജീവിതം 2022 അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു പടുവൃദ്ധനൊന്നും ആയിരുന്നില്ല. ഇനിയും ഒരുപാട് ജീവിതം ബാക്കിയുണ്ടായിരുന്ന, ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമായിരുന്ന ആയുസ്സാണ് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലൊരു മനുഷ്യൻ ചെറിയൊരു കാലയളവ് കൊണ്ട്, ആ ജീവിത കാലഘട്ടത്തെ ചെറിയൊരു കാലയളവ് തന്നെ പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇന്ത്യയുടെ വാരൻ ബഫറ്റ് എന്നുള്ള പേര് നേടിയെടുക്കുന്ന തലത്തിലേക്ക് വളർന്നുവെങ്കിൽ 5.8 ബില്യൺ $US ആസ്തിയുള്ള ഒരു വലിയ സാമ്രാജ്യം അദ്ദേഹം പടുത്തുയർത്തിയെങ്കിൽ ചെറിയൊരു അധ്വാനമൊന്നും ആയിരിക്കില്ല അദ്ദേഹം നടത്തിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലുമൊക്കെ തെളിഞ്ഞു കാണുന്നത് തികഞ്ഞ ആത്മവിശ്വാസം മാത്രമാണ്. ഏത് കാര്യത്തിനായി ഇറങ്ങിത്തിരിച്ചാലും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നും സ്വന്തമായി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നും ശുഭാപ്തി വിശ്വാസം ഒരിക്കലും കൈവിടരുത് എന്നും പറഞ്ഞിട്ടുള്ള, എപ്പോഴും കൂടെയുള്ളവരെയും മറ്റ് അദ്ദേഹത്തെ ആരാധിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നവരെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ശ്രീ ജുൻജുൻവാല. അദ്ദേഹത്തിനെ പോലൊരാൾ ഇനി എന്നാണ് ഇന്ത്യയിൽ ഉണ്ടാവുക, ഇനി എന്നാണ് ഇന്ത്യയിൽ അദ്ദേഹത്തിനെ പോലെ മറ്റൊരാൾ വളർന്നു വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും ശ്രീ രാകേഷ് ജുൻജുൻവാല ജീവിച്ചിരുന്ന നാടാണ്, അദ്ദേഹം അത്ഭുതങ്ങൾ കാട്ടിയ നാടാണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ നമുക്കും അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളും.